Hello children, in this video I'll discuss the latest circular that is issued by the CBSE regarding the 2022 exams. ഇപ്പോൾ ഈ സർക്കുലറിൽ ഫസ്റ്റ് സി ബി എസ് ഇ പറയുന്ന ഫുൾ ഇങ്ങനെയാണ് ഓൾ ദീസ് പാരാഗ്രാഫ് ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഹൗ എക്സാംസ് വർ കണ്ടക്റ്റഡ് ഫോർ ദ ലാസ്റ്റ് ഇയർ ബാച്ച് ദാറ്റ് ഈസ് 2021 ബാച്ച്. അപ്പോൾ അത് പറയുന്ന ലാസ്റ്റ് മൊമെൻറ്റിൽ സ്കൂളൊക്കെ ക്ലോസ് ചെയ്യേണ്ടി വന്നു, അപ്പോൾ എക്സാംസ് ഒന്നും കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഓഫ് മാർക്ക് വെയിറ്റേജ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ദേ ആർ നൗ പ്രിപ്പയറിംഗ് ദംസെൽഫ് ഫോർ ദ നെക്സ്റ്റ് ബാച്ച് ദാറ്റ് ഈസ് 21-22. ആ ബാച്ചിന് വേണ്ടിയിട്ട് സി ബി എസ് ഇ ഈസ് ഗെറ്റിംഗ് പ്രിപ്പയർഡ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറേ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ ദാറ്റ് സർക്കുലർ ഇത് എല്ലാ സ്കൂൾസിനും ഇഷ്യൂ ചെയ്തതാണ്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഐ എം ജസ്റ്റ് ടേക്കിംഗ് ആൻ ഓവർവ്യൂ ഓഫ് ദാറ്റ്. So first, this you have to understand, this is a scheme only for the 21-22 batch. അവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്കീമാണിത്. അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ട് മെയിനായിട്ട് നമുക്ക് കാണാൻ കിട്ടുന്നത്? ദ അക്കാഡമിക് സെഷൻ ടു ബി ഡിവൈഡഡ് ഇൻ ടു 2 terms വിത്ത് അപ്രോക്സിമേറ്റ്ലി 50% സിലബസ് ഇൻ ഈച്ച് ടേം. ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് ദാറ്റ് യു ഹാവ് ടു സീ ദ ചേഞ്ചസ്, നിങ്ങൾക്ക് 2 ടൈം ബോർഡ് എക്സാം എഴുതേണ്ടി വരും. 1 ഫസ്റ്റ് ടേം എക്സാം എഴുതേണ്ടി വരും, പിന്നെ സെക്കൻഡ് ടേം. അപ്പോൾ നിങ്ങളുടെ ഫുൾ സിലബസിന് 50% മാത്രമേ ഉണ്ടാവുള്ളൂ ഫസ്റ്റ് ടേമിൽ എഴുതാൻ. റിമൈനിങ് 50% യു വിൽ റൈറ്റ് ഇൻ ദ സെക്കൻഡ് ടേം. അപ്പോൾ ഈ ഫസ്റ്റ് ടേം എക്സാം എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുക? ദാറ്റ് വിഡ് ബി ടുവേർഡ്സ് ദ ലാസ്റ്റ് ഒക്ടോബർ നവംബർ ആ ടൈമിൽ. Okay, so this was the first point. Your exam is now going to be conducted in 2 parts, part 1 and part 2. പിന്നെ പറയുന്നത് സിലബസ് ഫോർ ദ ബോർഡ് എക്സാമിനേഷൻ വിൽ ബി റാഷണലൈസ്ഡ്. മീൻസ് ലാസ്റ്റ് ഇയർ വന്ന് ജൂലൈയിലായിരുന്നു ഈ 30% ഡിസ്കൗണ്ട് സിലബസിൽ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കും അവർ ഉറപ്പ് തരാണ് നിങ്ങൾ സിലബസും കുറയും. അപ്പോൾ ആ പുതിയ സിലബസ് എന്തായിരിക്കും അത് ജൂലൈയിൽ ഇനി ഒരു നോട്ടീസ് ഇറക്കും. അപ്പോൾ സി ബി എസ് ഇ വിൽ നോട്ടിഫൈ ഇൻ സൂൺ വാട്ട് വിൽ ബി യുവർ റെഡ്യൂസ്ഡ് സിലബസ്. ഓക്കെ, അപ്പോൾ ആ റെഡ്യൂസ്ഡ് സിലബസിന് പകുതി ആയിരിക്കും നിങ്ങൾക്ക് ടേം 1 വരാം, റിമൈനിങ് പകുതി മാത്രമായിരിക്കും ടേം 2 വരാം. പിന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി ഒരു ഇൻറ്റർണൽ അസസ്മെൻറ്റ് നടന്നുകൊണ്ടേ നിൽക്കും. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് പോയിന്റ് ദേ ആർ സെയിങ്. ഓക്കെ, നിങ്ങൾക്ക് പ്രാക്ടിക്കൽസും പ്രൊജക്റ്റ് വർക്കും അതൊക്കെ ബോർഡ് സ്കൂളിനെ അറിയിക്കും. അതിനനുസരിച്ച് ടീച്ചേഴ്സ് നിങ്ങളുടെ പ്രാക്ടിക്കൽ വർക്കും പ്രൊജക്റ്റ് വർക്കും ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ഒക്കെ നടത്തും. അപ്പോൾ ആ ഒക്കെ എല്ലാത്തിനും നിങ്ങളുടെ ഒരു പ്രൊഫൈൽ സ്കൂൾ ഉണ്ടാക്കും. മീൻസ് ഈച്ച് ആൻഡ് എവറി എക്സാം ദാറ്റ് ദ സ്കൂൾ ഈസ് നൗ ഗോയിങ് ടു കണ്ടക്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ഓക്കെ, ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താ? ഞാൻ ലാസ്റ്റിൽ എക്സാമിൻ്റെ ഒരു മാസം മുന്നേ പഠിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു ഹെൽപ്പും ചെയ്യില്ല. ഓക്കെ, യു ഹാവ് ടു സ്റ്റാർട്ട് നൗ. Okay, now every exam counts. So be prepared and do well for all your exams. പിന്നെ നെക്സ്റ്റ് ഇൻഫർമേഷൻ ഈ സർക്കുലറിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ നിങ്ങൾക്ക് അത്ര ഒന്ന് റീഡ് ചെയ്ത് പോയാൽ മതി. മീൻസ് നിങ്ങളെ പ്രൊജക്റ്റ് വർക്ക് എങ്ങനെയാവും, ഇൻറ്റർണൽ അസസ്മെൻറ്റ് അതൊക്കെ കാര്യമായിട്ട് അവർ എടുക്കും. പിന്നെ നിങ്ങൾ ടേം 2 ടേംസിൽ ഡിവൈഡ് ആവും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റർണൽ അസസ്മെൻറ്റ് അതൊക്കെ എന്തൊക്കെ ആയിരിക്കും എന്ന് ആ പുതിയ സർക്കുലറില്ലേ, നിങ്ങൾക്ക് റെഡ്യൂസ് സിലബസിൻ്റെ സർക്കുലർ വരാൻ പോകുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഇതും അവർ പറയും. ഇൻറ്റർണൽ അസസ്മെൻറ്റിൻ്റെ കാര്യങ്ങളും അത് ആ സർക്കുലറിൽ അവർ റിവീൽ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് കാര്യമായിട്ട് അറിയുന്നത് നെക്സ്റ്റ് ചേഞ്ച്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ച്, ടേം 1 എക്സാംസ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക, എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുക. സോ ദാറ്റ് ഈസ് ടു ബി കണ്ടക്റ്റഡ് ഇൻ നവംബർ ഡിസംബർ. ഈ മാസങ്ങളിൽ ഒരു 4 to 8 weeks പീരീഡ്, അത്രയും ഒരു ലോങ് സ്ട്രെച്ചിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ആ സ്കൂൾസിന് എപ്പോഴാണ് കൺവീനിയൻറ്റ് അതിനനുസരിച്ച് ഒരു ഡേറ്റ് അവർ തരും. ആൻഡ് ദാറ്റ് ടൈം യുവർ ടേം 1 എക്സാം വിൽ ബി കണ്ടക്റ്റഡ്. ഈ ടേം 1 എക്സാം വന്ന് ഒരു 90 minutes എക്സാം ആയിരിക്കും. മീൻസ് 1.5 hours ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് പകുതി സിലബസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇത് കാര്യപ്പെട്ട ബോർഡ് എക്സാം ആയിരിക്കും. ബിക്കോസ് സി ബി എസ് ഇ ഈസ് ഗോയിങ് ടു സെറ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, സ്കൂളെല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സി ബി എസ് ഇ ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? മാത്രം MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ അതിൽ. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രം ഉണ്ടാവുള്ളൂ. ആൻഡ് ദാറ്റ് വിൽ ബി ഫോർ 1.5 hours. ഇത് വന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ മാർക്സ് സി ബി എസ് ഇയിലേക്ക് പോകും. ഇത് നിങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻറ്റ് മാർക്കായിരിക്കും. നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ വരാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മാർക്കായിരിക്കും ഈ ടേം 1 എക്സാമിൻ്റെ മാർക്ക്. പിന്നെ ഈ ടേം 2 എക്സാമിനേഷൻ അവർ പ്ലാൻ ചെയ്തത് ഇറ്റ് വിൽ ബി കണ്ടക്റ്റഡ് ഇൻ March, April.
ഓക്കെ, മാർച്ച് ഏപ്രിലിൽ കണ്ടക്റ്റ് ആവും. അത് 2 hours എക്സാം ആയിരിക്കും. അതിലും MCQ മാത്രമല്ല, അതിൽ ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ, ഷോർട്ട് ആൻസർ, ലോങ് ആൻസർ, കേസ് ബേസ്ഡ്, സിറ്റുവേഷൻ ബേസ്ഡ്, അതൊക്കെ ടേം 2-ലായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പിന്നെ ഈ കേസ് ഇവർ ഇതിൽ തന്നെ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്, കോവിഡ് കേസസ് കുറഞ്ഞ് സ്കൂളിലൊക്കെ തുറന്ന് സ്കൂളൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ ഈ ടേം 2 എക്സാം നിങ്ങൾക്ക് സ്കൂളിൽ തരുന്ന സെൻറ്റേഴ്സിൽ പോയി എഴുതേണ്ടി വരും. ബട്ട് ദെൻ ഈ സിറ്റുവേഷൻ കൺഡ്യൂസീവ് അല്ലെങ്കിൽ അപ്പോഴും നിങ്ങൾക്കൊരു 90 മിനിറ്റിൻ്റെ MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് മാർക്ക് ഓഫ് ദ സെക്കൻഡ് ടേം ക്വസ്റ്റ്യൻ അത് ഓവറോൾ സ്കോറിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഈ ടേം 1 ടേം 2 മാർക്സും ഓവറോൾ സ്കോറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇനി ഇതാണ് നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഈ CBSE 1 ഇസ് നൗ വെൽ പ്രിപ്പയർഡ്. സിറ്റുവേഷൻ എങ്ങനെ ആയാലും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നാണ് CBSE പ്രിപ്പയർഡ് ആണ്. അതിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ പാൻഡമിക് ഒക്കെ നല്ല ഇമ്പ്രൂവ് ആയി സ്കൂൾ പോവാൻ പറ്റുന്നെങ്കിൽ കുട്ടികൾക്ക് ടേം 1ഉം ടേം 2 എക്സാംസും നടത്തി അത് ഈക്വലി അതിൻ്റെ വെയിറ്റേജ് എടുത്തിട്ടായിരിക്കും നിങ്ങൾ ഫൈനൽ റിസൾട്ട് വരാം. ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്താ പറയുന്നത് അറിയോ, ഇപ്പോൾ നിങ്ങൾക്ക് നവംബർ ഡിസംബർ സമയത്ത് സ്കൂൾ പോകാൻ പറ്റിയില്ല. ബട്ട് ദെൻ ഈ ടേം 2 എക്സാം എഴുതുമ്പം നിങ്ങൾക്ക് സ്കൂൾ പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർ എന്താക്കും, സ്കൂൾ പോയി എഴുതിയ എക്സാമിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കും, വീട്ടിൽ നിന്ന് എഴുതിയ എക്സാമിൻ്റെ വെയിറ്റേജ് കുറവാക്കുക ചെയ്യുക. അതേപോലെ തേർഡ് സിറ്റുവേഷൻ എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പം സ്കൂളിൽ പോയി എഴുതാൻ പറ്റി ഫസ്റ്റ് ടേം, പിന്നെ സെക്കൻഡ് ടേം നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റിയില്ല. അപ്പോൾ സെക്കൻഡ് ടേം നിങ്ങൾക്ക് അപ്പോൾ എന്താവും 90 മിനിറ്റ്സിൻ്റെ MCQ തന്നെ ആവും. ബട്ട് ദെൻ വെയിറ്റേജ് ഫസ്റ്റ് ടേമിൻ്റെ മാർക്കാണ് കൂടുതൽ വെയിറ്റേജ് എടുക്കുക, പിന്നെ സെക്കൻഡ് ടേമിൻ്റെ മാർക്കിന് വെയിറ്റേജ് കുറയുക ചെയ്യുക, ഓൺലൈൻ എഴുതിയ എക്സാമിൻ്റെ വെയിറ്റേജ് കുറയുക ചെയ്യുക. പിന്നെ ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, ഈ 2 ടേം എക്സാംസും നിങ്ങൾക്ക് സ്കൂളിൽ പോയി എടുക്കാൻ പറ്റില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഈ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമിൻ്റെ കൂടെ നിങ്ങൾ ഇൻറ്റർണൽ മാർക്കും ആ കാര്യങ്ങളുടെ വെയിറ്റേജൊക്കെ കൂട്ടുക ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങളെ ഫൈനൽ റിസൾട്ട്സ് ഉണ്ടാക്കി വരിക ചെയ്യുക. അപ്പോൾ CBSE is now well prepared कि whatever may the situation be, your exams will be fairly conducted and your marks will be fairly given to you. So this is a new notification. ഇത് വന്ന് നിങ്ങൾക്ക് CBSEൻ്റെ അക്കാഡമിക് വെബ്സൈറ്റിൽ കാണാവുന്നതാണ് ഈ നോട്ടിഫിക്കേഷൻ, and you just go through it and try to understand it better. Hope this video was useful. Okay children, bye.